ഇത് എന്നാ ഇടപാട്? എന്റെ ലേലം മുടങ്ങും. ഇത് എന്നതാ വിവേകാനന്ദ? അച്ഛാ, ഞങ്ങൾ ഇറങ്ങുവാന്നേ. ശാന്തമ്മ ഇവിടെ ഉണ്ടാവും. ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്ക് കൂടണ്ട. നീയൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ ഒരു വഴക്കാളിയാക്കും. അതാണല്ലോ പതിവ്. വഴക്കൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും ഒന്നും എറിഞ്ഞുടയ്ക്കാൻ നിൽക്കണ്ട. അച്ഛാ, ഞങ്ങളേ വരാൻ കുറച്ച് ലേറ്റ് ആവും. അച്ഛൻ വൈകിട്ട് പുറത്ത് പോവാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തേക്കണേ. ആയിക്കോട്ടെ. ഇന്നലത്തെ പോലെ ഞങ്ങളെ വരാന്ത കിടത്തരുത്. ഇല്ലടാ. പിന്നെ പോകുന്ന വഴിക്ക് വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്നേലും ഒക്കെ കാണും. അതിനായിട്ട് വഴിക്ക് വിട്ടു. അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഉപദേശം അങ്ങോട്ട് എഴുതി ഒരു പേപ്പർ ഇങ്ങോട്ടാ. അപ്പൊ പിന്നെ ഞാൻ മറക്കുകയല്ലോ. ഒന്ന് പോടാവേ. കുറെ ഉപദേശക്കാർ വന്നേക്കും എന്നോടെ. ശാന്തമോ, നിനക്ക് എന്നാടി എന്നോട് ഇത്ര കലിപ്പേ? ഒരു പഞ്ചപാവം വന്നേക്കണം. വേണ്ടാത്തടത്താണ് എപ്പോഴും ആളുടെ കണ്ണും നോട്ടൊക്കെ. എന്നാ നീ എന്നാന്ന് പറഞ്ഞേ? ഞാൻ കേട്ടു. നീ ആരുടെ പൂരവരമ്പയോ? ഒന്ന് പോയടെ ഇവിടുന്ന്. നിന്നെ പോലത്തെ പെണ്ണൊക്കെ ഒരു വിചാരമുണ്ട് എന്നെ പോലുള്ള ആണുങ്ങൾ ഇവിടെ ഞരമ്പുരോഗികളാണെന്ന്. അയ്യാ, പഴയ കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ല, ഇനിയുള്ള കാലം വഴിയെണ്ണേണ്ടി വരും. ഒന്ന് പോ ശാന്തമ്മ അവിടുന്ന്. അവിടെ ഒരു തമാശ. ഇതെങ്ങട്ടാണ് മുറിഞ്ഞ കാലം വെച്ച്? നിനക്ക് എന്നൊക്കെ അറിയണം. പിന്നെ ഉച്ചക്കുണ്ടാ ഞാനുണ്ടാവും. കൂടെ ചിലപ്പോ പൈലപ്പനും കാണും. ഇച്ചിരി മാങ്ങാച്ചമന്തി കൂടെ അരച്ചേക്കണേ. ഇവിടെ മാങ്ങിയൊന്നുമില്ല. വളംപുളിയായാലും മതിയേ. വയസ്സാകും തോറും വെയിറ്റ് കൂടി വരാനുള്ള ഉപ്പൻ ചേട്ടാ. ഇതൊരുമാതിരി മഞ്ചലയെ കൊണ്ടുപോകുന്നുണ്ട്. എടാ, എന്നേലും 5-8 വയസ്സ് ഇളയല്ലേ നീ? നല്ല ആരോഗ്യമുണ്ട്. എന്നെ അങ്ങോട്ട് വെച്ച കൂട്ടിയാ എന്താ? ഒരൊറ്റ പേടെ വിട്ടും. സിത്താര കൊച്ചു വരുന്നുണ്ട്. നീ ഓഫീസിലേക്കല്ലേ? ഇന്ന് തന്നെ എത്ര നേരത്തെ? ഞാനെന്നും ഈ നേരത്തല്ലേ പോകുന്നത്. അച്ഛന്റെ കാലിന് എങ്ങനെയുണ്ട്? ഓ, അതൊക്കെ അങ്ങനെ കിടക്കും. പിന്നെ എന്റെ പെൻഷൻ കാശ് കിട്ടിയായിരുന്നു. അത് നിന്നെ ഏൽപ്പിക്കാൻ വന്നാ. വീട്ടിലേക്കല്ലേ? അമ്മയുടെ കൊടുത്തേരെ. ഓ, അത് ശരിയാകുമല്ലോ. അവളോട്ട് കൈ വാങ്ങത്തുമില്ല. പിന്നെ അവിഞ്ഞ മോന്ത വാണ്ടിയും വരും. കൂടെ പൈലപ്പൻ ചേട്ടനുണ്ടല്ലോ, കൊടുത്തോളും. എന്റെ ബസ് പോവാ, അതുകൊണ്ട് അമ്മ വാങ്ങിച്ചോളും. ചെല്ല്. പിന്നെ എന്നാ ഞാൻ കൊടുക്കുകയല്ലേ? വാ. പണ്ടെങ്ങാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുമ്പിളുടെ ഒരു ശിക്ഷ? ജീവപര്യന്താണ് 14 വർഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ അതിനെക്കാട്ടിലും കൂടുതലായില്ലേ? ഇതേ ഞാനും കെട്ടിയോളും തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇതിനകത്ത് കയറി കൂടുതൽ ഒരുപാട് അങ്ങോട്ട് അഭിപ്രായിക്കണ്ട. ഇതെന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കേസല്ലേ. പിന്നെ അതെ, നീ വണ്ടി നിർത്തിയിട്ട് അവളെയും വിളിച്ചേ. ടീച്ചറേ, സാവിത്രി ടീച്ചറേ, ദേ പപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. പൈലപ്പന ഇങ്ങനെ ഡോക്ടറെ കണ്ടായിരുന്നോ? വലിയ മുറിവാണോ? എന്നോടാണ് ചോദിക്കുന്നത് ടീച്ചറെ. വടി പോലും നിൽക്കുമല്ലേ, നേരിട്ടൊക്കെ ചോദിക്കാൻ മേലേ? ഞാൻ കൊടുത്തവള് മേടിക്കുന്ന അറിയില്ലേ? സിത്താരുടെ കയ്യിലല്ലേ കൊടുക്കുന്ന എപ്പോഴും? കൊച്ചെവിടെ തരാൻ പറഞ്ഞേ? എടാ പൈലപ്പോ, ജാതി പറിക്കാറായി കിടക്കാണല്ലോ. ആണോ? പണിക്കാരെ ഒന്നും കിട്ടി കാണുകയില്ലായിരിക്കും. നടത്തില്ലായിരിക്കും. പറമ്പിലാണെ പുല്ലുകാരി മുടിഞ്ഞു കിടക്കുക. നാളെ ആ കുട്ടനോട് ആന്റപ്പനോട് പണിക്ക് നിൽക്കാൻ പറ. ഇങ്ങനെ ചായ വേണോന്ന് ചോദിക്കേ? വേണ്ട, എനിക്ക് എന്നാണല്ലോ വേണം ടീച്ചറെ. അതെ പപ്പൻ ചേട്ടാ, എല്ലാ മാസവും പെൻഷനിൽ തുക മുടങ്ങാതെ പപ്പൻ ചേട്ടൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് പെൻഷൻ ഉള്ളതല്ലേ, അതല്ലേ ഇങ്ങോട്ട് തരാത്തെ? ഞാൻ കാരണമല്ലേടാ അവള് ജോലി രാജിവെച്ചത്. അതും 10-12 കൊല്ലം സർവീസ് ബാക്കിയുള്ളപ്പോ. അതുകൊണ്ടൊക്കെ മിനിമം പെൻഷനേ ഉള്ളൂ. അവൾ എത്ര ഗർഭിച്ചാലും മാസം ഇതിവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടുകയല്ല. അതാ എന്നാ പിടിച്ചോ. പറഞ്ഞല്ലേടാ, എന്നാ പിടിച്ചോ. ഇവിടെ വീട്ടിലോട്ട് കൊണ്ടോ ഒക്കെ. ബാക്കി കൈ വെച്ചോ. സർ, ഞാൻ എത്ര തവണ ഇവിടെ വരുന്നു? ഓരോ തവണ ഓരോ എക്സ്ക്യൂസസ്. ഞാൻ എന്ത് ചെയ്യാനാ? തിരുവനന്തപുരം ഓർഡർ വരണ്ടേ? നിങ്ങൾ സാറിന് ഒന്ന് കാണും. ഏത് സർ? ഇപ്പൊ അകത്തേക്ക് പോയില്ലേ ആ സാറ്? ഏരിയ മാനേജറാ. ടോയ്ലറ്റ് കയറിയായിരിക്കും. ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും.
സാറിനെ കാണാൻ. ആ ലേഡി അല്ലേ വരാൻ പറ. അല്ല സാർ, 11 മണിക്ക് യൂണിയൻകാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് വെയിറ്റ് ചെയ്യട്ടെ. ആ ലേഡിയോട് വരാൻ പറ ആദ്യം. ഓക്കെ സാർ. വരൂ ഇരിക്കൂ. താങ്ക് യു സാർ. ഞാൻ ദിവ്യ. എൻ്റെ ഫാദർ ഈ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതാ. MK മുരളീധരൻ. ഓ, മുരളി സാറിന്റെ മോളാണോ? എനിക്കറിയാമല്ലോ. ഓക്കെ ഓക്കെ. അച്ഛൻ്റെ ഒരു ആക്സിഡൻറ്റിലാണ് മരിക്കുന്നത്. ഇപ്പം 6 മാസം കഴിഞ്ഞു. അറിയാം. മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ വരെ ഒത്തില്ല, ലീവിലായിരുന്നു. അതാ നമ്മളെ അമ്മയെ അന്ന് കാണാൻ പറ്റാതെ പോയത്. സാർ, അതിൻ്റെ ക്ലെയിം ഇതുവരെയായിട്ട് ശരിയായിട്ടില്ല. ഈ ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ കിട്ടാനുണ്ട്. അന്വേഷിക്കുമ്പോൾ ഒരു ഫയൽ മിസ്സിംഗ് ആണെന്നാ പറയുന്നത്. ഓരോ സാങ്കേതികത്വം പറഞ്ഞ് തട്ടിക്കളിക്കുക. ഛേ, മോശമായി പോയല്ലോ. ദിവ്യക്ക് നേരത്തെ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എനിക്ക് സാറിനെ പരിചയം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം ഏതായാലും പരിചയമില്ലേ. ഇനി എത്രയും പെട്ടെന്ന് ദിവ്യയുടെ പേപ്പർ ശരിയായിക്കോളൂ. ഓക്കെ, താങ്ക് യു സാർ. ദിവ്യക്ക് കുടിക്കാൻ കോഫിയോ? ഒന്നും വേണ്ട സാർ. ഏയ്, ഇവിടെ നോ ഫോർമാലിറ്റീസ്. ഓക്കെ സാർ. 2 കോഫി. ദിവ്യ എന്നാ ചെയ്യുന്നു? ഞാൻ ബ്യൂട്ടീഷ്യനാണ്. കൊള്ളാമല്ലോ. ഇതാ ബദമാണ്, എടുത്തോളൂ. കമോൺ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കും. യു ലുക്ക് സോ പ്രിറ്റി. താങ്ക് യു സാർ. സാറ് വന്നോളൂ. ആ, വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഖല്ലേ, ആ. അതൊട്ടും ശരിയാവത്തില്ല. കക്കൂസിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. ഷേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യമല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപം പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല. തേന് ചരിച്ച് കഴിച്ചാൽ മതി. അയ്യോ, എനിക്ക് അലർജിയാ. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ, എങ്കിൽ റമ്മ ബെസ്റ്റ്. അതാകുമ്പോൾ വീര്യവും കൂടും. റമ്മ മതി. പാല് മതി. എന്തിന്? അല്ല, ഞാൻ മദ്യപിക്കുകയല്ല. ഓ, താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വാരി തിന്നിട്ട് കുറ്റം എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ, വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാടോ. 10-37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ, പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഏയ്, ഭാര്യ അടുത്തൊന്നും ചെലവാകല. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കലിപ്പില്ല. ഡയാനയ്ക്ക് കുഴപ്പം കാണത്തില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും. അതാരാ ഡയാന? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ സെറ്റപ്പ്. അല്ല, താൻ ചെല്ലേ. അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗ്ഗിൽ തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കള്ള. അയ്യോ വിവേകാനന്ദ, 500 പോരാ, ഉപദേശമില്ലേ? ആ, പോയിട്ട് ആഞ്ജനേയ സ്വാമി. ചേട്ടാ, ഒരു കുപ്പി റമ്മ. അതെ, ചെറിയ കുപ്പി ഇവിടെ. സത്യം പറയടി, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഇയാൾ വീട്ടിൽ വന്നത്? അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. നീ ഉറങ്ങായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന്? അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. സോറി സാർ. എന്തോ സോറി, മനുഷ്യരെ മെനക്കെടുത്താൻ ആദ്യമായിട്ടാണോ സിനിമയില്? അല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ.
സോറി. എന്താ എന്റെ പേര്? ഡയാന. ആ ശരി, ഓഫ് ചെയ്തോ? ഓ സർ. ഓക്കെ, വൺ മോർ ടേക്ക്. ഏതാ? ഒരു കുപ്പി റമ്മ്. ബ്രാൻഡ് പറ. ബ്രാൻഡ് നല്ലതെടുത്തു. ഫുള്ള ഹാഫാ? ഹാഫ് മതി. അല്ല, ഫുള്ളാക്കി എടുത്തു. ഫുള്ളിനകത്ത് അല്ല, വേറെ ഗ്യാസ് ഉണ്ടാവും. വേഗം പറ. ബിയറിനല്ല ഗ്യാസ് ഉള്ളത്, നല്ല ഗ്യാസ് ഉള്ള ബിയർ. ശരി, എത്രയായി? 1260. 1260. ഇത് ബിയർ. അതെ അതെ, ഇത് ബിയർ, അത് റമ്മ്. ആരാ വിളിച്ചോണ്ടിരുന്നേ? വെറുതെ ഡയറക്ടറിന്റെ തെറി കിട്ടും. ഓ, എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും ഉള്ളതാ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. എന്നാ പറ്റിയേ? ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു, അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ. വിവേക് വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ എപ്പോ എത്തും? രാത്രി 9 മണിയോ? ഷോർട്ട് റെഡി, വെച്ചല്ലേ? വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, ഇനി മറക്കണ്ട. ആ വിവേകാനന്ദ, അപ്പൊ മറ്റേ ലേഹ്യം വേണ്ട? മറ്റേ ലേഹ്യം അതിന് വരാം. ഈ ചൂർണം അവസാനത്തെ കണ്ടില്ലേ? ഞാൻ മറ്റേ ലേഹ്യം അടിക്കുന്ന കാര്യം താൻ എന്നാ തന്നെ ഡോക്ടർ പറഞ്ഞു. താൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. എനിക്ക് അയാളെ നല്ല വിശ്വാസ, അനുഭവം കൊണ്ട് പറയുന്നതാ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട, ഏത് ചെറിയ സാധനവും വലുതാക്കും.